ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാനേ, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണേ. Salim Kodathur is a renowned Indian playback singer, predominantly working in the Malayalam film industry. Born in Kodathur, Kerala, he began his music career singing devotional songs and later ventured into the playback singing. Salim Kodathur has lent his voice to numerous hit songs in Malayalam cinema, collaborating with prominent music directors and singers. His soulful voice and versatility have earned him a special place in the hearts of music lovers in Kerala. Let me now take this opportunity to welcome our chief guest for the day, Mr. Salim Kodathur, for the inauguration. Sir, please. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വാദിയൂത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രിൻസിപ്പാൾ എന്ന് പറയേണ്ടി വരും, പ്രിൻസിപ്പാളിനോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം വൈകിയതിലുള്ള ക്ഷമാപണം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണെന്ന് വളരെയധികം മനസ്സിലാക്കുന്ന മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഒരു 2.5-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തേണ്ട ദൂരം മാത്രമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ റോഡ് പണിയുടെ ബ്ലോക്കൊക്കെ ആയിട്ട് ഏകദേശം 5 മണിക്കൂർ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും മാറ്റാനുള്ള സമയം കിട്ടിയില്ല. ഇട്ടുകൊടുത്ത ഡ്രസ്സിലാണ് സത്യത്തിൽ ഈ സ്റ്റേഷനിലേക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നു. നിങ്ങളുടെ ഈ നാട്ടിൽ ഇത്രയും വലിയ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ അതിഥിയായിട്ട് എന്നെ തന്നെ തിരഞ്ഞെടുത്തപ്പോൾ വലിയ സന്തോഷം തോന്നി. മാത്രമല്ല, അവർ സത്യത്തിൽ മാനേജ്മെൻറ്റ് അതിഥിയായി തിരഞ്ഞെടുത്തത് എന്നെ അല്ലായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട അന്നമോളെയായിരുന്നു. അപ്പോൾ ഞാൻ അന്നമോളെ കൊണ്ടുവരുമെന്ന് കരുതിയാണ് സത്യത്തിൽ ഇവർ എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അന്നമോളെ കൊണ്ടുവരാതിരുന്ന ഒന്നും മാത്രമല്ല, ഈ വൈകുന്നേര സമയങ്ങളിൽ അവളുമായിട്ട് പോകുമ്പോൾ ആളുകളത് പല അർത്ഥത്തിലും കാണും. വളരെ വൈകി മാത്രമാണ് വീട്ടിലെത്താൻ. പ്രത്യേകിച്ച് ഈ റോഡ് പണിയൊക്കെയുള്ള സമയത്ത് സമയം എത്രത്തോളം വൈകുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് മോളെ കൊണ്ടുവരാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരവസരത്തിൽ മകളുമായിട്ട് പകലൊക്കെ നടക്കുന്ന പ്രോഗ്രാമിൽ എന്തായാലും വരാൻ കഴിയും. അതിന് നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും. ഇവിടെ വന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷിലെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ഞാനിവിടെ എന്തിനെക്കുറിച്ച് സംസാരിക്കും, അതും നേരാവണ്ണം ഇംഗ്ലീഷ് അക്ഷരമാല എത്രയാണെന്ന് ചോദിച്ചറിയാത്ത ഞാൻ എങ്ങനെയാണ് ഇവിടെ സംസാരിക്കുക എന്നുള്ള പ്രതിസന്ധിയിലായിരുന്നു. പിന്നീട് വന്ന 1-2 പേര് നല്ല രീതിയിൽ മലയാളത്തിൽ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ സമാധാനമായത്. കാരണം കയറി വരുമ്പോൾ തന്നെ കുട്ടികളും ഇംഗ്ലീഷ്, മാതാപിതാക്കൾ ഇംഗ്ലീഷ്, ടീച്ചേഴ്സും ഇംഗ്ലീഷ്, സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ്. എന്തായാലും അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ഗായകൻ എന്നതിനേക്കാളുപരി ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയും. അതിലുപരി ഒരു ഗായകനിലേക്ക് ഞാൻ എത്തിപ്പെട്ട എൻ്റെ പ്രയത്നത്തിനെക്കുറിച്ച് സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ അധികം വിദ്യാഭ്യാസമൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ജനിച്ച അന്ന് മുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം വേട്ടയാടിയപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസമാക്കി മാറ്റി. അതെല്ലാം പുഞ്ചിരിയോടെ മറികടന്നപ്പോൾ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും, അത് ഞാൻ തന്നെയാണ്. അതുതന്നെയാണ്
ഇന്ന് ഈ വാദിയൂത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിൽ അതിഥിയായിട്ട് ഞാൻ എത്താനുള്ള കാരണം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ര വലിയ പഠിപ്പിൽ മോശക്കാരനല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് നന്നായി പഠിക്കുന്നതുകൊണ്ട് കുറച്ച് മോശക്കാരനായ ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ആ സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികളൊക്കെ, മിടുക്കന്മാരായ സഹപാഠികൾ സദസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ ഉദ്ഘാടകനായിട്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം വേദി പങ്കിടാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് ഞാൻ. അത് തന്നെയാണ് നിങ്ങൾക്കൊക്കെ തരാൻ പറ്റിയ ഒരു മോട്ടിവേഷൻ എന്നത്. മറ്റൊന്ന്, ഒരു കാലത്ത് ഞാൻ വലിയ ക്രിക്കറ്റ് കളിയുടെ ഭ്രാന്തനായിരുന്നു. സർവ്വ ടൂർണമെൻറ്റുകളിലും പോയി കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ കൂടെ കളിക്കുന്ന ആളുകളൊക്കെ മൊമെൻറ്റേഴ്സുകൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് എങ്ങനെയും ഒരു മാൻ ഓഫ് ദി മാച്ചിൻ്റെ ഒരു പുരസ്കാരം വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് നടന്ന, പക്ഷേ അവിടെ എവിടെയും കളിച്ചുകൊണ്ട് എനിക്കൊരു ട്രോഫി വാങ്ങാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ, കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ നല്ല പ്ലെയേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസൊക്കെ അവർ നേടിയെടുക്കുമ്പോൾ ഒരു ട്രോഫി എന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിച്ചു. പിന്നീട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എന്നെ കാഞ്ഞിരമുക്കി എന്ന് പറയുന്ന ഞാൻ പള്ളിയിൽ പഠിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഉള്ളൊരു ടീം കളിക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന് നുണ പറഞ്ഞു. എന്നിട്ട് ആ കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം ഞാൻ പോവുകയും അന്ന് സ്വന്തമായി ഉണ്ടാക്കിയ 25 രൂപ കൊണ്ട് ഞാനൊരു ട്രോഫി സ്വന്തമായിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അതിന്മേൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് എഴുതി ഒട്ടിച്ചിട്ട് അന്ന് വൈകുന്നേരം മാത്രം ഞാൻ വീട്ടിൽ വന്നത്. ആ ട്രോഫി എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് പാവം എൻ്റെ ഉമ്മയെയും സുഹൃത്തുക്കളൊക്കെ ഞാനത് പറഞ്ഞു പറ്റിച്ചു. ആ ട്രോഫി ഞാനിങ്ങനെ നോക്കി കുറേ കാലം നിന്നിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം എൻ്റെ വീട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,500 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള വീട് ഉണ്ടാവുള്ളെങ്കിൽ കൂടി വെക്കാൻ സ്ഥലമില്ലാത്ത തരത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത്രത്തോളം മൊമെൻറ്റേഴ്സുകൾ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അതും എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അവിടെ പിതാവിൻ്റെ ഒരു സ്ഥാനത്തുള്ള ഒരു കർമ്മം ഉണ്ടായിരുന്നു, അവിടെ ഒന്നുമല്ലാതിരുന്ന ഒരു ഗായകൻ്റെ പ്രയത്നമുണ്ടായിരുന്നു, ഒരു പച്ചയായ നാടൻ പണിക്കാരൻ്റെ പ്രയത്നമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയുന്ന ഒന്നിലേക്ക് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഇല്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവും അവൻ്റെ മനസ്സും അവൻ്റെ ഭാവിയും ശൂന്യമായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഇപ്പോൾ വാദിയൂത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നു എന്നറിയാൻ കഴിഞ്ഞെങ്കിൽ കൂടി ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് ഒരു നല്ല ഡോക്ടറായി അല്ലെങ്കിൽ ഒരു നല്ല എൻജിനീയറായി, അതുമല്ലെങ്കിൽ ഒരു കളക്ടറായാൽ പോലും ഒരു നല്ല വിദ്യാഭ്യാസം നേടിയെന്നില്ല. ഇന്നത്തെ സാഹചര്യത്തെ നോക്കിക്കാണുമ്പോൾ, മുതിർന്നവരെ കാണുമ്പോൾ മക്കൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കൊടുക്കേണ്ടത് മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരാണ്. ഇന്നത്തെ തലമുറയിൽ ഇല്ലാതെ പോകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണത്. അവിടെ നമ്മുടെ മക്കളുടെ ലക്ഷ്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന നല്ല മാതാപിതാക്കളായിട്ട് മാറാൻ നമുക്കും കഴിയുക എന്നുള്ളതാണ്. നന്നായി പഠിക്കുന്ന ഒരു മകനെ നോക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക, മറ്റവനെ നോക്കി പഠിക്കാൻ നമ്മുടെ മക്കളോട് പറയാതിരിക്കുക. അവിടെ നാം മത്സരിക്കേണ്ടത് നമ്മളുടെ സ്വന്തത്തോട് തന്നെയാണെന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് കഴിവില്ലാത്ത ആ കഴിവിനെ മറികടക്കാനുള്ള പ്രയത്നത്തിലൂടെ പോകാൻ മക്കളെ നാം പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിച്ച മാതാപിതാക്കളായിട്ട് മാറാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയുമെന്നുള്ളതാണ്. അത് തന്നെയാണ് അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച പാഠം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രതീക്ഷ എൻ്റെ ഹന്നമോൾ ഒരു 11 വയസ്സിനുള്ളിൽ, ഇപ്പോൾ ഏകദേശം 12 വയസ്സ് കഴിഞ്ഞു, 11 വയസ്സിനുള്ളിൽ അവൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് 11ാം വയസ്സിൽ സ്വന്തമായിട്ട് 11 സെൻറ്റ് ഭൂമി വാങ്ങിയ ഒരാളാണ് എൻ്റെ മകൾ. അതെൻ്റെ മകളെ കൊണ്ട് കഴിയുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം നൽകിയ വലിയൊരു ഊർജമായിരുന്നു. നാം എല്ലാം പലപ്പോഴും നമ്മുടെ വിധിയിൽ തലവിധി എന്ന് വിശ്വസിച്ച് നമ്മുടെ മക്കളിലൊക്കെ മാറി നടക്കും. അടുത്ത വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് നോക്കിയിട്ട്
അവിടെ കറണ്ട് ഇല്ല എന്ന് വിശ്വസിച്ച് കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്ക് നോക്ക്, അവിടെ നമ്മൾ സന്തോഷിക്കും. അവനക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ പഴിചാരുകയും ചെയ്യും. അത് മാറി നല്ല മാതാപിതാക്കളായിട്ട്, നല്ല ഊർജം നൽകുന്ന മാതാപിതാക്കളായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാവും. അതിന് നമുക്ക് കഴിയട്ടെ. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ അന്നമോളുടെ ആ ഒരു പ്രയത്ന യാത്രയിൽ നിങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. വളരെ പോസിറ്റീവായിട്ട് ഊർജമായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ട്. അവിടെ വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ടായിരുന്നു. ഏത് കലങ്ങിയ വെള്ളവും ഒരു നാൾ തെളിയുമെന്ന വിശ്വാസം, ആ വിശ്വാസമാവണം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. മറിച്ച് ചില ആളുകൾ വിധി എന്ന് പറയുന്നത് തലവിധിയായിട്ട് നമ്മൾ കാണും. തലവിധി എന്ന് പറയുന്നത് ഒന്നുമില്ല. അങ്ങനെയുള്ള മനോഭാവം മാറി ഏത് വിധി എന്നത് പൊരുതി തോൽപ്പിക്കാനുള്ളതാണെന്നും നമുക്ക് മത്സരിക്കേണ്ടത് നമ്മളോടാണെന്ന് തന്നെ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സലീം കോടത്തൂർ എന്ന ഞാൻ ഈ നാട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അതുപോലെ മറ്റൊരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങളെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാവും ഇവിടുത്തെ വിശിഷ്ടാതിഥി. അതിന് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്തിന്, ഈ ഒരു നല്ല സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ആനുവൽ ഡേ ഇനാഗ്രേഷൻ ചെയ്തതെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. പാട്ട് പാടണമെന്ന് പറഞ്ഞു. പാടണോ? അല്ല, നിങ്ങളെ കുട്ടികളുടെ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ നമ്മളെ പാട്ട് വലിയ അലോത്സരമായിരിക്കും. സത്യത്തിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പാടുമോ? ഉറപ്പാ? നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് പാടിയാൽ കൂടെ പാടുമോ? എന്നാൽ ഒന്ന് കൈയടിച്ച എല്ലാവരും ഒന്നും കൂടി അടിച്ചോളൂ. നല്ല രസമുണ്ടാവും, ഭയങ്കര രസമാണ്. അപ്പോൾ എന്നോടൊപ്പം ഈ പാട്ട് പാടാൻ ഖത്തറിലൊക്കെ നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ശ്രദ്ധേയനായ അനുഗ്രഹീത കലാകാരൻ എന്നോടൊപ്പം ഇവിടെയുണ്ട്. ഗൂഗിൾ മുത്തു, അദ്ദേഹത്തെ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാഴത്തട്ടിലെ മുത്തിനെ ഹാസിലാക്കുന്ന മുത്തിവനാണ്. ആറ്റിലെത്തിയൊരമ്പിളി മീനിനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാഴത്തട്ടിലെ മുത്തിനെ ഹാസിലാക്കുന്ന മുത്തിവനാണ്. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാൻ നീന്തുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാൻ നീന്തുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. ആറ്റിലെത്തിയൊരമ്പിളി മീനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാഴത്തട്ടിലെ മുത്തിലെ ഹാസിലാക്കുന്ന മുത്തിവനാണ്. ആറ്റിലെത്തിയൊരമ്പിളി മീനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാഴത്തട്ടിലെ മുത്തിലെ ഹാസിലാക്കുന്ന മുത്തിവനാണ്. ഇഷ്ടമോടിയിടുവാൻ പൊന്നടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമെന്തിനാ, മഹര ഞാൻ വന്നിടാം നിന്റേതാകുമോ, സ്നേഹക്കടലായി എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി വന്നിടുമോ, എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുരൂറും പൂവാകുമോ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എത്ര നാൾ. ആറ്റിലെത്തിയൊരമ്പിളി മീനിൽ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാഴത്തട്ടിലെ മുത്തിനെ ഹാസിലാക്കുന്ന മുത്തിവനാണ്.
മുല്ലപ്പൂവായിരം ചൂടി നീ പോരണം എൻ്റെ ഇണയായി നീ എന്നും ചേർന്നിടണം ലെങ്കും പൊന്നായി നീ എന്നും മിന്നിടണം കൊഞ്ചും കുയിലായി നീ എന്നും പാടിയിടണം എന്നും നിഴലാകണം എൻ്റെ കരളായി നീ മാറണം എൻ്റെ മുഹബത്തിൻ തേനാകണം എൻ്റെ ജീവനായി മാറണം എത്ര നാൾ കാത്തിരുന്നു കാണുവാൻ നല്ല കൈയടി പ്ലീസ് ഓൾ ഓഫ് യു ഒന്നു മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ ആത്തിരത്തിയൊരമ്പിളി മീനിനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കുന്ന മുത്തിവനാണ് ആത്തിരത്തിയൊരമ്പിളി മീനിനെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കുന്ന മുത്തിവനാണ്. താങ്ക് യു. ഒരു പാട്ടും കൂടി പാടട്ടെ? കൈയടിക്കുവോ? കൂടെ പാടുവോ? അറിയുന്ന പാട്ടാണെങ്കിൽ കൂടെ പാടും. ഉറപ്പ്? ഡൺ. Everybody, put your hands together. പുത്രൻ പിറന്നട പണ്ടേ മഹാ അധ്യായം തുടക്കമായെന്നേ ഇതേതി കേട്ടു മുഴങ്ങിടും പാട്ട് മക സന്തോഷ പിറന്ന വാഴ്ക്ക് സ്നേഹം വന്നാൽ മധുരത്തേരെ വീഞ്ഞായി കൂടും മന്ദിച്ചാറ് കോപം കൊണ്ടാൽ അകമേനന്താ വേറാരും വേണ്ടില വില്ലന്മാര് ആത്മാദം ആർക്കും ആത്മാദം ആർക്കും പൊന്തട്ടെ ആഘോഷം ആത്മാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം തെളിയട്ടെ തിരികെ ഉരുളട്ടെ വയസ്സ് വളരട്ടെ വയസ്സ് എണ്ണി തളരെ മുടിതട്ട മുഖമേ ഇരുകണ്ണിന്നഴകേ പുരുഷത്തസ്തികവേ വലകാലം നീ വാഴേ കടലും കരയും ഇന്നൊരുക്കമല്ലേ വളരും വിളക്കുവനൊരുക്കമല്ലേ ഇത് നിൻ സുദിനമല്ലേ ആർമാദം ആർക്കും ആർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും ആർമാദം ആർക്കും പൊന്തട്ടെ Everybody! ആർമാദം ആർക്കും ആർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം Everybody put your hands together! ആർക്കും ആർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം Everybody put your hands together! എന്നാലും ഒരു മാപ്പിളപ്പാട്ട് വേണം. ഇവിടെ പ്രായ ആളുകളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർ കൈയടിക്കുമെങ്കിൽ അത് പാടാം. കൈയടിക്കുവോ? കാണുന്നില്ല. ആ സൈഡിൽ നിന്ന് തീരെ കൈയടിയില്ല. നന്നായി കൈയടിച്ചോളൂ. കൈയടിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും. ഓക്കേ അല്ലേ? ഒന്ന് ഉഷാറെ ഒന്ന് ചാടിയേ ഒന്ന് നോക്കട്ടെ.
സിപ്പത്തുകളേറെയുണ്ട് ചുരുമക്കണ്ണിനകളിൽ സുരഭി സുമറാണി ചുമവനിലൊളിയുവൻ ചുമതുരം നുണയുവൻ ബാലി പുതുനാരി സിപ്പത്തുകളേറെയുണ്ട് സുറുമക്കണ്ണീരകളിൽ സുരഭി സുമറാണി സുഖവനിലൊളിയുവൻ സുമധുരം നുണയുവൻ വാലി പുതുനാരി പൂത്തു നിൽക്കാൻ കയ്യടി പറട്ടോ ഉഷാറാട്ടെ പൂമുല്ലേ പൂത്തു നിൽക്കാൻ പൂമാരൻ വന്നു നിന്റെ സിപ്പത്തുകളേറെയുണ്ട് ചുരുമക്കണ്ണീനകൾ സുരഭി സുമറാണി സുമവനിലൊളിയുവൻ സുമധുരം നുണയുവൻ വാലി പുതുനാരി കന്നി താമര പൂത്തൊരു കനിയോ കണ്ണിനിഴയത് കോർത്തൊരു നിധിയോ മണ്ണിൽ നീ ഒരു സ്വർഗക്കനിയോ കന്നി താമര പൂത്തൊരു കനിയോ കണ്ണിനിഴയത് കോർത്തൊരു നിധിയോ മണ്ണിൽ നീ ഒരു സ്വർഗക്കനിയോ കനിയെ കലമാനിയുള്ള പുന്നാരബീരി വെണ്മക്കൽ പാടവിൽ ഞാൻ വളർത്തിന്നാളേ താരാമലർ പോലെ ചിരിക്കുന്നോളേ നാടും വീടും ഓർമ്മയില്ല പാടും പാട്ടിൽ ഈണമില്ല ദേഹം കൊണ്ട് കിടന്നു പോയാൽ കൂട്ടിനാളില്ല നാടും വീടും ഓർമ്മയില്ല പാടും പാട്ടിൽ ഈണമില്ല ദേഹം കൊണ്ട് കിടന്നു പോയാൽ കൂട്ടിനാളില്ല എങ്കിലും സ്നേഹമോടെ വന്നു മധുരം കന്നതെന്താണ് രജബ് മാസമിലാവ് പോലെ കവിളിലൊളിവുള്ളലോലെ കാത്തിരിക്കും മാരനെ നീ ഇന്നു കണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനെ നീ നൽകുമോളെ അലിക്കത്ത് മിന്നണ കാതോരം സുറുമപ്പു വിരീണ മിഴിയോരം ബദർ കിസ പാട്ടിന്റെ കിഞ്ഞാര പണ്ട് കിസ പറഞ്ഞിരുന്നൊരു കടവോരം അലിക്കത്ത് മിന്നണ കാതോരം സുറുമപ്പു വിരീണ മിഴിയോരം ബദർ കിസ പാട്ടിന്റെ കിഞ്ഞാര പണ്ട് കിസ പറഞ്ഞിരുന്നൊരു കടവോരം കാപ്പ് മല കണ്ട പൂങ്കാറ്റേ കാടിക്കരി കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുരൂർ കിസ്സ പറഞ്ഞാട്ടെ നാഗപ്പാതിയാതെ നിധിയല്ല പടച്ചാനെ നാരീയപ്പാതി രണ്ടാളും മരിച്ചാനെ ഏകാപ്പഴം കൊണ്ട് നിന്നുടെ മരിച്ചാനെ
എന്നാ പിറകെ ഉണ്ണെ വിടുന്ന ജപിച്ചാലേ വന്നിട്ട് എന്നിട്ട് എന്താണ് ഇപ്പോൾ നിങ്ങളെടുത്ത് തിന്നാത്തെ ചെന്നാത്തെ തന്നിലുള്ള കാനിയൊക്കെ പാടി അമ്മു ശീലവരാടി ചെന്ന് പണം പറിച്ചോടി വന്ന് മുറിച്ചത് കൂടി ഇന്ന് വതങ്കി വിളങ്ങി മങ്കി വിളങ്ങി വിശുങ്കും അതേ കത്തല് വെത്തന കത്തിന് കത്തന മൈത്തിരി വിത്തര് മൈത്തിരി മുത്തിരി ജന്മദിനോട് സമ്മതരാകിയ ആദം മക്കളിലൊക്കെ മക്കളിലൊക്കെ മുക്കിയ മക്കളെ ആകെ ജന്മദിനോട് സമ്മതരാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു കക്കലിടക്കൽ മുക്കിയ മക്കളെ കർക്കര തങ്കത്തുങ്കത്തരികിടമേ സകസംഗി സരിഗമ തക്കരക്കത്തരികിടി താളങ്കൃത താളം സംഗൃതമകളി തങ്കത്തുങ്കത്തരികിടമേളം സരി സരിഗമ തക്കരക്കത്തിങ്കിടി താളങ്കൃത താളം സംഗൃതപരി താളങ്കൃത താളം സംഗൃത പമ്മകരി സകസംഗരി സരിഗമ തിങ്കിടി താളങ്കൃത താളം സംഗൃത പമ്മകരി സകസംഗരി സരിഗമ തിങ്കിടി താളങ്കൃത താളം സംഗൃത പമകരി Okay, thank you.